ചെമ്പരന്തീർ പൂവിൻ്റെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയാണെങ്കിൽ മുറ്റത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഫോണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം വിചാരിക്കുകയാണ്, നീലിമ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. നീലിമയെന്ന് വിളിച്ചാലോ, നീലിമ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. എൻ്റെ പാവം ശ്രുതി ഇപ്പം പേടിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആലോചിച്ച് ശ്രുതി മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ രവിയും അച്ചമ്മയും കൂടെ വന്ന്, മോളെ അവനെ കണ്ടില്ലല്ലോ, നീ ശ്രുതിയെ വിളിച്ചായിരുന്നോ, ശ്രുതിയും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് രവി ചോദിക്കുന്നു. അപ്പം ശ്രുതി പറയണം, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയാണ്. അപ്പം രവി ചോദിക്കുകയാണ്, പിന്നെന്താ അവൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്, അവൻ എവിടെ പോയിരിക്കുന്നു, എവിടെയെങ്കിലും പോയെങ്കിൽ നമ്മളെ അറിയിക്കേണ്ടതല്ലേ എന്ന് രവി പറയുകയാണ്. അപ്പം ശ്രുതി പറയാണ്, ഒരു പ്രശ്നവുമില്ല അച്ഛാ, ഒരു ഡീലറിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ പോയി കടന്നോ, ശ്രുതി വന്നോളുമെന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുകയാണ്, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, സാധാരണ അവൻ ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും നീ അങ്ങ് കഴിക്കുന്നതാണല്ലോ, പക്ഷേ ഇന്ന് നീ ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ, നീ ആകപ്പാടെ എന്തോ വിഷമിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അപ്പം ശ്രുതി പറയും, ഒന്നുമില്ല അച്ഛൻ, അച്ഛൻ പോയി കിടന്നോ എന്ന് പറയുകയാണ്. അപ്പം രവി പറയാണ്, പോയി കിടന്നാലും എനിക്ക് ഉറക്കമൊന്നും വരത്തില്ല എന്ന് പറയുന്നുണ്ട് രവി. ഇപ്പോൾ അങ്ങനെ ഈ ഇടയായിട്ട് അങ്ങനെ എനിക്കിപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല എന്ന് പറയും. അപ്പം അച്ഛൻ പറയും, അത് നിൻ്റെ ഭാര്യ അടുത്തില്ലാത്തത് കൊണ്ടാണെന്ന് പറയുകയാണ്. പിന്നെ ആണെങ്കിൽ അച്ഛമ്മ ശ്രുതിയെടുത്ത് പറയാണ്, ശ്രുതി ഇങ്ങ് വന്നേ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, രാവിലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലേ, ഇനി ഞാൻ പറയത്തില്ല, രാവിലെ എണീറ്റ് കോലം വരയ്ക്കണം, അല്ലാതെ ഞാൻ വിളിക്കത്തില്ല എന്ന് അച്ഛമ്മ പറയാണ്. അച്ഛമ്മ പറയുന്നതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ശ്രുതിക്ക് ആകപ്പാടെ ശ്രുതിയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛമ്മ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ രവി വീണ്ടും അവിടെ നിൽക്കുകയാണ്. ശ്രുതിയെ കാണുന്നില്ല, ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി വീണ്ടും അവിടെ നിൽക്കുകയാണ്. അവൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി വീണ്ടും ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞു, അച്ഛൻ പോയി കിടന്നു, അങ്കിൾ പോയി കിടന്നോ, ശ്രുതി വരുമ്പം ഞാനിവിടെ ഇരിപ്പുണ്ടല്ലോ, ശ്രുതി വരുമ്പം ഞാൻ വിളിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ രവി പറയണം, മോൾ എന്തായാലും എന്നെ വന്ന് പറയണേ, ശ്രുതി വരുമ്പോൾ എന്നെ വന്ന് പറയണമെന്ന് പറഞ്ഞാൽ രവി ഇങ്ങ് കയറി പോവുകയാണ്. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുകയാണ്. അന്നേരം പറയാണ്, ആൻ്റണി ഒന്ന് വിളിച്ചാലോ, ആൻ്റണിയെ വിളിച്ചിട്ട്, അന്നേരം അങ്ങനെ വിളിക്കുന്നു ആൻ്റണി പക്ഷേ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെയും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ആൻ്റണിയെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നീലിമ അടുത്താണ്. അപ്പം നീലിമ ഗുണ്ടെടുത്ത് വയ്ക്കുകയാണ്, എത്ര പാട്ട് പാടി ഇവൻ. അപ്പം പറഞ്ഞ ഗുണ്ട പറയാണ്, കുറേ പാട്ട് പാടി, ഇവനെ കൊണ്ടൊരു 100 പാട്ട് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചത്, പക്ഷേ ഇവൻ്റെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പാടിപ്പിക്കാമെന്ന് നീലിമ പറഞ്ഞു. അപ്പോൾ ഒരു ഗുണ്ട ചോദിക്കുകയാണ്, ഇവനെ അങ്ങ് തീർത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നീലിമ പറയാണ്, വേണ്ട വെയിറ്റ് ചെയ്യാം, അവൻ്റെ ഭാര്യ പൈസയായിട്ട് വരുമെന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം എന്ന് നീലിമ പറയുകയാണ്. വീണ്ടും നമ്മുടെ ശ്രുതിയാണ് കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ഹാളിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ ശ്രുതി നമ്മുടെ ആനന്ദിനെ വിളിക്കുകയാണ്. ആദ്യം ശ്രുതി നീലിമയെ വിളിക്കാനാണ് വിചാരിക്കുന്നത്. നീലിമയെ വിളിച്ചിട്ട് കാശിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ശ്രുതിയെ എല്ലാം ചെയ്യുമെന്ന് ശ്രുതിക്ക് പേടിയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആനന്ദിനെ വിളിക്കുന്നത്. അപ്പം ആനന്ദ് ചോദിക്കും, ശ്രുതിയെക്കുറിച്ച് വല്ല വിവരമുണ്ടെന്ന്. അപ്പോൾ ശ്രുതി ചോദിക്കും, ഞാനത് അറിയാനാണ് വിളിച്ചത്, ആനന്ദിൻ്റെ അടുത്ത് ചോദിക്കാനാണ് വിളിച്ചതെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അപ്പം ആനന്ദ് ചോദിക്കും, എന്ത് ചെയ്ത്, ശ്രുതിയെ കാണുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ വല്ല കേസ് കൊടുത്തോ. അപ്പോൾ ശ്രുതി പറയാണ്, എൻ്റെ ഭർത്താവിനെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ഞാൻ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സച്ചി മുകളിൽ നിന്ന് 2ാമത്തെ നിലയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി ചാടി ഇറങ്ങി താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. താഴോട്ടിറങ്ങി വരുമ്പം ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറ്റേ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട്, വെറുതെ ഇരിക്കുകയല്ല, അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചി വന്ന് മുന്നിൽ നിൽക്കുന്നത്. സച്ചിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ ഫോൺ അങ്ങ് വെക്കുകയാണ്. എന്നിട്ട് ശ്രുതി അങ്ങ് പോകാൻ ഒരുങ്ങുമ്പോൾ സച്ചി പറയും, നിൽക്കാൻ പറയുന്നു. അപ്പം എന്നിട്ട് ചോദിക്കുകയാണ്, ശ്രുതിക്ക് എന്ത് പറ്റി എന്ന് സച്ചി ശ്രുതിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടായിരുന്നിട്ട് വിചാരിക്കുകയാണ്, ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടുന്ന് നീലിമ സത്യങ്ങൾ പറയും, ഞങ്ങൾ നീലിമയുടെ നിന്ന് പൈസ വാങ്ങിച്ച കാര്യവും എല്ലാ കാര്യവും നീലിമ സച്ചിയോട് പറയും, അത് വേണ്ട, അപ്പോൾ ആ കാര്യം ഇവനോട് പറയണ്ടെന്ന് ശ്രുതി വിചാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്തിനാണ് ഇപ്പോൾ ശ്രുതിയുടെ കാര്യം അന്വേഷിക്കാൻ വരുന്നത്, നീ എന്തിനാ അവൻ്റെ കാര്യം അറിയുന്നതെന്ന് ശ്രുതി ചോദിക്കുകയാണ്. നീ എന്തിനാ ശ്രുതിയുടെ കാര്യം അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുകയാണ്, അവൻ എൻ്റെ ചേട്ടനായതുകൊണ്ടാണ്, ചേട്ടൻ എപ്പോൾ നോക്കിയാലും ദ്രോഹിക്കാൻ വരികയല്ലാതെ എന്തെങ്കിലും നല്ല ഒരു വർത്തമാനം പോലും ശ്രുതിയോട് നീ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഏട്ടനും അനിയനെന്നും പറഞ്ഞ് വരുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ സച്ചി പറയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ ഞങ്ങളെന്നും ചേട്ടനും അനിയൻ തന്നെയാണ്, ഞങ്ങൾക്ക് ആ സ്നേഹം എപ്പോഴും ഉണ്ടാവുമെന്ന് സച്ചി പറയുകയാണ്. എന്നിട്ടും ശ്രുതി പറയുന്നത്,
പറയുന്നില്ല. ശ്രുതിയാണെങ്കിൽ നീ അറിയേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മറുപടി കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ രവിയും അച്ചമ്മയും നമ്മുടെ വർഷയും ശ്രീകാന്തും രേവതി എല്ലാവരും കൂടെ അങ്ങോട്ട് വരികയാണ്. അച്ചമ്മ വന്നിട്ട് ചോദിക്കണം, എന്താണ് പ്രശ്നം? അപ്പോഴും നമ്മൾ സച്ചിയോട് ദേഷ്യപ്പെട്ടിട്ട് ഉണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ സച്ചി എല്ലായിടത്തും പറയും, ഞാൻ പറഞ്ഞില്ലേ ഈ പെണ്ണുമ്പിള്ള മാർക്കറ്റിൽ പോയിട്ട് വന്നിടം തൊട്ട് എന്തോ പ്രശ്നമുണ്ട്, ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു പ്രശ്നം ഇവർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. രവിയോട് വന്ന് പറയാണ്, നമ്മുടെ സുധി ആരോണ്ട് തട്ടിക്കൊണ്ട് പോയി എന്ന് ഫോണിൽ സംസാരിക്കുന്ന കേട്ടോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്ന്. അപ്പം ആരാന്ന് ചോദിച്ചപ്പം അവൾ ശ്രുതി ഏട്ടത്തി പറയുകയാണ്, നീ എന്തിനാണ് അന്വേഷിക്കുന്നത്, നിന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നോട് ചൂടാവുകയാണ് ചെയ്യുന്നത്. അപ്പം വീണ്ടും സച്ചി ചോദിക്കുന്നത്, എന്താ സംഭവിച്ചതെന്ന് പറയാം. അപ്പം ശ്രുതി പറയണം, എനിക്ക് നിന്നോട് പറയാൻ താല്പര്യമില്ലെന്ന് പറയും. എന്താ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ അങ്ങ് തല്ലുമോ, എന്നെങ്കിൽ തല്ലിക്കോ എന്ന് പറയും. അപ്പം അച്ചമ്മ പറയും, എൻ്റെ മോൻ ആരെയും തല്ലത്തില്ല, പക്ഷേ ഞാൻ തല്ലും, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലുമെന്ന് പറയുന്നത്, എൻ്റെ സ്വഭാവം നീ അറിയുമെന്നും പറഞ്ഞ് അച്ചമ്മ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പം വർഷയും പറയും, എന്താണ് സംഭവിച്ചത്? രേവതി എല്ലാവരും പറയും, എന്താണ് സംഭവിച്ചത് പറയാൻ പറയുന്നു. അവസാനം പറയാൻ പറ്റാത്ത, എന്തായാലും ഇനി പറയാതിരിക്കാൻ ശ്രുതിക്ക് പറ്റത്തില്ല. അങ്ങനെ അവസാനം ശ്രുതി പറയാണ്, പാർക്കിൽ വെച്ച് അനന്തും ശ്രുതിയും കൂടെ പാർക്കിലിരിക്കുമ്പോൾ കുറേ പേര് വന്ന്, ഒരു 3-4 പേര് വന്ന് ശ്രുതിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അച്ചമ്മ ചോദിക്കും, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഒരു 10-11 മണിയുടെ ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പം അച്ചമ്മയ്ക്ക്, എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നു. സച്ചി പറയാണ്, ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ട് അച്ചമ്മേ, ഇതിലെന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. സച്ചി പറയാണ്, അവൻ ആരെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോ? കാശ് വാങ്ങിച്ചവരാരെങ്കിലും ആണോ അവനെ ഇനി തട്ടിക്കൊണ്ട് പോയത്? അപ്പോൾ ശ്രുതി പറയണ, ഇപ്പോൾ ശ്രുതിക്ക് കാശ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വർഷ പറയാണ്, ഇനി ശ്രുതി ഏട്ടത്തി അറിയാതെ ഇനി ആരെങ്കിലും കയ്യിൽ നിന്ന് ശ്രുതിയേട്ടൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവി പറയാണ്, സംസാരിച്ച സമയം കളയാതെ നിങ്ങൾ പോയെന്ന് അന്വേഷിക്കുമെന്ന് പറയാണ്. എന്നിട്ട് സച്ചി ശ്രുതിയോട് ചോദിക്കട്ടെ, ആരെങ്കിലും വിളിച്ച് നിന്നോട് കാശ് ചോദിച്ചായിരുന്നോ? തട്ടിക്കൊണ്ട് പോയതിന് പകരമായിട്ട് കാശ് ആരെങ്കിലും ചോദിച്ചാണോ? പക്ഷെ പറയണം, എന്നാലും ശ്രുതിയുടെ ഇപ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി പറയാണ്, എന്തുവായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഉടനെ അറിയിക്കാം. ശ്രീകാന്തെ, സച്ചി വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരാമെന്ന് രവി പറയുകയാണ്. അപ്പം വീണ്ടും നമ്മുടെ ശ്രുതി പേടിച്ച്, ശ്രുതി മൊത്തത്തിൽ കള്ളത്തരമാണല്ലോ. അപ്പോൾ ശ്രുതി എന്ന് രവി എടുത്ത് പറയും, വേണ്ട പോകണ്ട. അപ്പോൾ രവി വയ്ക്കും, അതെന്താ പോകണ്ടാത്ത? അല്ല, അച്ഛൻ പോകണ്ടെന്നാണ് പറഞ്ഞത്, അങ്കിള് പോകണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ പോയി കൊടുത്തിട്ടുണ്ട്, അവർക്ക് അന്നേരം തന്നെ ഞാൻ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവരന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം സച്ചി ഇങ്ങോട്ട് പറയും, അവരന്വേഷിക്കുക തന്നെ ചെയ്യും. ഞാൻ രേവതിയുടെ കാലൊടിഞ്ഞ അപകടത്തെക്കുറിച്ച് കേസ് കൊടുത്തിട്ട് ഇതുവരെ ഒരു അറിയിപ്പും ഉണ്ടായില്ലെന്ന് സച്ചി പറയാണ്. നമ്മുടെ വർഷ പറയും, അവരന്വേഷിക്കും സച്ചിയേട്ട, അവരന്വേഷിച്ചിട്ട് നമ്മളെ അറിയിക്കും എന്ന് പറയാണ്. അപ്പം അച്ചമ്മ പറയും, എന്തുവായാലും നമ്മളായിട്ട് എന്തായാലും അന്വേഷിക്കണം, നമ്മളായിട്ട് പോയി അന്വേഷിക്കണം, സച്ചി, ശ്രീകാന്ത്, നിങ്ങൾ പോയി അന്വേഷിക്കണം നമ്മുടെ അച്ചമ്മ പറയുകയാണ്. നമ്മുടെ പാർലറ്റത്തേക്ക് വീണ്ടും പേടിയായി, കാരണം പോയി അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരവും പുറത്താവുമല്ലോ. അപ്പോൾ സച്ചി വീണ്ടും നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ്, ആനന്ദാണെങ്കിൽ ആ വണ്ടി കണ്ടോ, എന്തെങ്കിലും ഒരു അടയാളം പറഞ്ഞോ? അപ്പം പറഞ്ഞു, ഇല്ല. നമ്പർ പ്ലേറ്റ് നോക്കിയായിരുന്നോ? ഇല്ല. അപ്പോൾ ഒന്നും അറിയത്തില്ല. അപ്പോൾ ശ്രുതി പറയും, എനിക്കൊന്നും അറിയത്തില്ല, ആനന്ദ് ഇതൊന്നും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ വർഷ പറയും, ഇതൊക്കെ വെച്ചല്ലേ ശ്രുതി ഏട്ടത്തി കേസ് കൊടുക്കണ്ട, പിന്നെ ഇതൊന്നും ഇല്ലാതെ എന്ത് കേസാണ് കൊടുത്തതെന്ന്. അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ പറയും, ആനന്ദിനെ പൊക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് സച്ചി പറയാണ്, ഞാൻ പോയി എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാനും കൂടെ വരാം, സച്ചിയേട്ടൻ ഞാനും കൂടെ വരാമെന്ന് ശ്രീകാന്ത് പറയാം. അപ്പോൾ പറഞ്ഞു, വേണ്ട, ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവുകയാണ് ചെയ്തത്. സച്ചി എന്നിട്ട് പറയുകയാണ്, ഞാൻ വരുമ്പോൾ തിരിച്ച് ശ്രുതി എൻ്റെ കൂടെ കാണും എന്നും പറഞ്ഞുകൊണ്ടാണ് സച്ചി പോകുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് പേടിയാണ്. ശ്രുതിക്ക് പേടിയെന്ന് വെച്ചാൽ ശ്രുതിയെ കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ചെന്നതൊക്കെ സച്ചി കണ്ടുപിടിക്കുമ്പോൾ നീലിമ ഉള്ള സത്യങ്ങളെല്ലാം പറയുക, ഇതൊക്കെയാണ് ശ്രുതിയുടെ പേടി. അങ്ങനെ ശ്രുതി പേടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. കാണിക്കുന്നത് നമ്മുടെ ഗുണ്ടകളെ പറഞ്ഞ്, ഇവനെ പൂട്ടിയിട്ടിട്ട് നമുക്ക് പോകാം എന്ന് പറയുന്നത്. അപ്പോൾ കാശ് കിട്ടുമ്പോഴത്തേക്ക്, അവൻ്റെ ഭാര്യ കാശുമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വന്നാൽ പോരെയെന്ന് നീലിമ എടുത്ത് ചോദിക്കുന്നു. അപ്പോൾ നീലിമ പറഞ്ഞ, വേണ്ട, അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ രക്ഷപ്പെടും. അപ്പം ഗുണ്ടകൾ, അങ്ങനെ ഇവൻ രക്ഷപ്പെടത്തൊന്നുമില്ല, നമുക്ക് പോയിട്ട് വരാം, അപ്പോഴത്തേക്ക് വന്നാൽ പോരെയെന്ന് ചോദിക്കുന്നു. അപ്പം വേറൊരാൾ പറയുകയാണ്, ഇവന്മാർക്ക് 2 എണ്ണം അടിക്കണം മാഡം, അതിന് വേണ്ടിയാണ് ഇവന്മാർ പോട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പം ആ ഗുണ്ടകൾ പറയാണ്, 2 എണ്ണം അടിക്കാതെ ഉറക്കം വരത്തില്ല മാഡം, അതുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ മറ്റേ ആൾ പറയും, അല്ലെങ്കിൽ ഇവർ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വയ്ക്കും. അപ്പോൾ നീലിമ പറയുകയാണ്,
പോയിട്ട് പെട്ടെന്ന് തന്നെ വരണം. അപ്പം ഗുണ്ട പറയാണ് ഒരു 5-6 പെഗ്ഗേ അടിക്കത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും അടിക്കത്തില്ലെന്ന്. അപ്പോൾ നീലം പറയും 5-6 പെഗ്ഗൊന്നും ചോദിച്ചുകൊണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവന്മാരങ്ങ് പോവും. അപ്പോൾ നീലിമ ചോദിക്കുക അവന്മാർ കുളമാക്കുമോ? അപ്പോൾ മറ്റേ ആൾ പറയണം ഇല്ലില്ല കുളമൊന്നും ആക്കത്തില്ല എന്നിങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ തന്നെ അവൻ്റെ ഭാര്യ കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ ധൈര്യം വേണ്ടേ? അപ്പോൾ അവന്മാർ പോയിട്ട് വരട്ടെ മാഡം എന്ന് പറയുകയാണ് മറ്റേ ആളും. പിന്നെ കാണിക്കുക നമ്മുടെ സച്ചി കാറിൽ ഇങ്ങനെ നമ്മുടെ സുധിയെ തിരക്കുവാണ്. എവിടെ തിരയണം എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊന്നും സച്ചിക്ക് അറിയത്തില്ല. അപ്പം പോകുന്ന വഴിയിൽ വണ്ടി നിർത്തി ആരൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദിനെ പിടിച്ചു നിർത്തിയിട്ട് അടയാളങ്ങളൊക്കെ സച്ചി കണ്ടുപിടിച്ചായിരുന്നു. അപ്പം പറയണം ആനന്ദ് പറഞ്ഞ അടയാളം ഗ്രൂപ്പിലിട്ടാലോ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിലിടുന്നു. ബ്ലാക്ക് കാറിൽ നിന്നും അതിനകത്തൊരു ശൂലം, അതിൻ്റെ പിറകിലൊരു ശൂലമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലിടുന്നുണ്ട്. ഇനിയിപ്പം ആരായിരിക്കും സുധിയെ കൊണ്ടുപോയത്? ഇനി എൻ്റെ ഏതെങ്കിലും രേവതി അപകടപ്പെടുത്തി ആരെങ്കിലും ആയിരിക്കും ഇനി സുധിയെ കൊണ്ടുപോയേക്കെന്ന് സച്ചിക്ക് സംശയമായി. ഇനി വല്ല ബിസിനസ് വിരോധികളും ആണോ? എൻ്റെ ഏട്ടനാണെന്ന് വിചാരിച്ച് എൻ്റെ ഏട്ടനാണെന്ന് അറിഞ്ഞ് ഇനി അവന് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ? അങ്ങനെ പല പല സംശയങ്ങളാണ് സച്ചിക്ക് ഇങ്ങനെ വന്നു പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. അച്ചമ്മയും രേവതിയും വർഷയും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയാണ് ഭഗവാനെ എൻ്റെ മോന് ഒരു കുഴപ്പം ഉണ്ടാവല്ലേന്ന്. അപ്പോൾ വർഷ പറയാണ് പേടിക്കണ്ട അച്ചാമ്മയെ, സച്ചേട്ടനല്ലേ പോയേക്കുന്നത്, എന്തായാലും സച്ചേട്ടൻ സുധിയേട്ടനെ കൊണ്ടേ വരുത്തോളൂ എന്ന് പറയാണ്. അവൻ എന്തൊരു പരിപാടിയാണ് കാണിച്ചത്, അവൻ ഒറ്റയ്ക്കല്ലേ പോയേക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയും ഞാനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രേവതി പറയും കുഴപ്പമില്ല അച്ഛാ, സച്ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ പോട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ശ്രുതിയോട്, ശ്രുതി നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ വല്ലതും എടുത്ത് കഴിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നത് എങ്ങനെ കഴിക്കാൻ തോന്നും രേവതി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് രേവതിയാണെങ്കിൽ വർഷം എടുത്ത് പറഞ്ഞാൽ പക്ഷേ ശ്രുതിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കുക എന്ന് പറയും. അപ്പം ശ്രുതി പറയാണ് എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. എന്നിട്ട് അപ്പം വർഷ പറയാണ് ആരെങ്കിലും ഒന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് നോക്ക്, ശ്രുതിയേട്ടത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെന്ന്. അപ്പം ശ്രുതി പറയാണ് ഞാൻ വിളിച്ചില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ് വിളിക്ക്, ആരെങ്കിലും ഒന്ന് വിളിക്ക്, ഇപ്പം ശ്രുതി തന്നെ വിളിക്കണമെന്നില്ല, വേറെ ആരെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത് കണ്ട് ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.